രാമായണം സിനിമയാകുന്നുവെന്ന് ബോളിവുഡ് സംവിധായകൻ നിതേഷ് തിവാരി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ പ്രതീക്ഷയിലാണ്. ശ്രീരാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയുമാണ് എത്തുകയെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. പിന്നാലെ രാവണനായി ആരെത്തുമെന്ന ചോദ്യത്തിനും ഉത്തരം ലഭിച്ചിരുന്നു. കന്നഡ സൂപ്പർ താരം യഷാണ് രാവണനായി എത്തുക എന്ന വാർത്തകൾ വന്നതോടെ ചിത്രം ഗംഭീര വിജയം നേടുമെന്ന് ആരാധകർ ഉറപ്പിച്ചു. അങ്ങനെ ചിത്രത്തിന്റേതായി വരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കുമായി കാത്തിരിക്കുകയാണ് ആരാധകർ. വമ്പൻ താരനിരയും ബഡ്ജറ്റുമായി ഏറ്റവും വലിയ ഇന്ത്യൻ സിനിമയായിട്ടാവും രാമായണ എത്തുന്നത്. 2 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചിത്രത്തിന്റെ ക്യാൻവാസിന്റെ വലിപ്പവും പിന്നിലുള്ള വിഷനുമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു പുറത്തിറങ്ങിയ വീഡിയോ. ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ ബജറ്റും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു. $100 മില്യൺ, അതായത് 835 കോടി രൂപയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നായിരുന്നു ആദ്യം പുറത്തെത്തിയ റിപ്പോർട്ടുകൾ. എന്നാൽ അത് 2 ഭാഗങ്ങളായി ഒരുങ്ങുന്ന ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗത്തിന്റെ മാത്രം ബജറ്റാണെന്നും 2ാം ഭാഗവും ഭീമമായ ബജറ്റിലാവും നിർമ്മിക്കപ്പെടുകയെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. രാമായണയുടെ ആദ്യ ഭാഗം മാത്രം 900 കോടി ബജറ്റിലാണ് പുറത്തിറങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 700 കോടി ബജറ്റിലാണ് 2ാം ഭാഗം പുറത്തെത്തുക. അങ്ങനെ 2 ഭാഗങ്ങൾക്കും ചേർത്ത് 1600 കോടി രൂപയാണ് ആകെ വരുന്ന ബജറ്റ്. ആദ്യ ഭാഗത്തിന് വേണ്ടി നിർമ്മിക്കുന്ന സെറ്റുകൾ അടക്കമുള്ളത് 2ാം ഭാഗത്തിലും ഉപയോഗിക്കാം എന്നതാണ് 2ാം ഭാഗത്തിന്റെ ബജറ്റിൽ 200 കോടി കുറയ്ക്കാൻ കാരണം. ഒപ്പം 2ാം ഭാഗത്തിലെ ചില ഭാഗങ്ങളും ആദ്യ ഭാഗത്തിനൊപ്പം തന്നെ ചിത്രീകരിക്കും. ഇന്ത്യൻ പ്രേക്ഷകരെ മാത്രം ലക്ഷ്യമാക്കിയല്ല ചിത്രം ഒരുങ്ങുന്നത്. ആഗോള പ്രേക്ഷകരെ അടക്കം മുന്നിൽ കണ്ടുകൊണ്ടൊരുക്കുന്ന ചിത്രം സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ട് പോവില്ലെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. 2026 ദീപാവലിക്ക് സിനിമയുടെ ആദ്യ ഭാഗവും 2027 ദീപാവലിക്ക് 2ാം ഭാഗവും പുറത്തിറങ്ങും. ശക്തമായ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ സണ്ണി ഡിയോൾ, കാജൽ അഗർവാൾ, രവി ദുബൈ, അരുൺ ഗോവിൽ, ലാറ ദത്ത തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസ്, 8 തവണ ഓസ്കാർ നേടിയ VFX സ്റ്റുഡിയോ ഡിനക്, യഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഓസ്കാറും ബാഫ്റ്റയും ഗ്രാമിയുമൊക്കെ നേടിയിട്ടുള്ള ലോകപ്രശസ്ത സംഗീത സംവിധായകൻ ഹാൻസ് സിമ്മറും AR റഹ്മാനും ചേർന്നാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. ഹാൻസ് സിമ്മർ ആദ്യമായാണ് ഒരു ഇന്ത്യൻ ചിത്രത്തിന് വേണ്ടി സംഗീതമൊരുക്കുന്നത്. ശ്രീധർ രാഘവനാണ് ചിത്രത്തിന്റെ രചന. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.